ഇവിടുത്തെ ഈ ഒരു എക്സലൻസ്, അതിനുവേണ്ടിയുള്ള ഒരു ആസ്പിരേഷൻ ഭയങ്കര അഭിനന്ദനാർഹമാണ്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങൾ തന്നെയാണ് ശരിക്കും ഹീറോസ് എന്ന് പറയുന്നത്, ട്രൂ ഹീറോസ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും മെഡിക്കൽ ഹോസ്പിറ്റൽസും ഒക്കെ തന്നെയാണ് കേരളത്തിന് നമ്പർ 1 മെഡിക്കൽ കെയർ എന്ന നിലയിൽ, സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്പർ 1 ആയിട്ട് നിർത്തുന്നതും നമ്മുടെ ഇവിടുത്തെ ഇതുപോലുള്ള ഡോക്ടേഴ്സിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെയും ഒക്കെ അതിയായ പാഷനും എക്സലൻസിന് വേണ്ടിയിട്ടുള്ള ആസ്പിറേഷനും ഒക്കെ തന്നെയാണ്. അപ്പോൾ മൈത്ര ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വയനാടാണ്, എൻ്റെ വീട് സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ കോഴിക്കോട് എന്ന് പറയുന്നത് വയനാട്ടുകാർക്ക് എല്ലാത്തിനും കോഴിക്കോട് വേണം. ബീച്ച് കാണണമെങ്കിൽ കോഴിക്കോട് വരണം, ട്രെയിൻ കാണണമെങ്കിൽ കോഴിക്കോട് വരണം, വിമാനം കാണണമെങ്കിൽ കോഴിക്കോട് വരണം, നല്ല ഹോസ്പിറ്റൽ കിട്ടണമെങ്കിൽ കോഴിക്കോട് വരണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കോഴിക്കോട്ടിലെ ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ വളരെ ഫെമിലിയറാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വളരെ എമർജൻസി കേസുകൾ ഒന്നൊക്കെ ആയിട്ട് പല റിലേറ്റീവ്സിന് വേണ്ടിയിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 7 വർഷം ഒക്കെ ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വയനാടൊക്കെ പോകുമ്പോൾ, സുൽത്താൻ ബത്തേരി വീടുകളിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ കേൾക്കുന്ന പുതിയൊരു പേരാണ് മൈത്ര ഹോസ്പിറ്റൽ. ഇവിടുത്തെ മൈത്ര ഹോസ്പിറ്റൽ അത് ഈ ഒരു 7 വർഷം കൊണ്ട് ഞാൻ വളരെ ഓണസ്റ്റ്ലി പറയാണ്. കാരണം ഇപ്പോൾ എല്ലാവരും അവിടെ മൈത്രയിൽ പോകണം, കോഴിക്കോട് മൈത്രയിൽ കൊണ്ടുപോകണം, കോഴിക്കോട് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. സോ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. വിത്തിൻ 7 years ഓഫ് ഇനീഷ്യേഷൻ ഈ ഒരു പോയിന്റിലെത്തി നിൽക്കുമ്പോൾ